ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അതായത് ഇന്ന റാങ്കുകാർക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഇപ്പോൾ ഒരു 1000 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം ആണെങ്കിൽ, 1 ലക്ഷം ആണെങ്കിൽ, 2 ലക്ഷം ആണെങ്കിൽ കേരള റാങ്ക് എത്ര വരും, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല ആ ഒരു റാങ്ക് വെച്ചിട്ട്, അതായത് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് BDS നമ്മുടെ കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണം, സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണം, MBBS കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണം. ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്രയും പ്രതീക്ഷിച്ച പോലെ ഒരു നല്ല റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ 515 മാർക്ക് മേടിച്ച ഒരാളുടെ റാങ്ക് വരുന്നത് 36,000 ആണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 25 to 30 ആണ് എക്സ്പെക്ട് ചെയ്തത്. ഒരു 535 റേഞ്ചിൽ നിൽക്കുന്ന ആളുടെ സ്കോറൊക്കെ ഒരു 36K ഒക്കെയാണ്. അപ്പോൾ അത്രയും ഒരു സുഖകരമായിട്ടുള്ളൊരു റിസൾട്ടല്ല, അതായത് ഒരു മാർക്കിന് പറ്റിയൊരു ബെറ്റർ റാങ്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനെക്കാട്ടിൽ ഇത്തിരി കൂടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അതായത് ഇന്ന റാങ്കുകാർക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഇപ്പോൾ ഒരു 1000 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം ആണെങ്കിൽ, 1 ലക്ഷം ആണെങ്കിൽ, 2 ലക്ഷം ആണെങ്കിൽ കേരള റാങ്ക് എത്ര വരും, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല ആ ഒരു റാങ്ക് വെച്ചിട്ട്, അതായത് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് BDS നമ്മുടെ കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണം, സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണം, MBBS കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണം, അത് കഴിഞ്ഞ 2 കൊല്ലത്തെ ഒരു റാങ്ക് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കഴിഞ്ഞ 2 കൊല്ലത്തെ ബേസിസിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം മോഡറേറ്റും അത്യാവശ്യം ഈസിയും ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഇപ്രാവശ്യം വരും. കാരണം ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്ത കൊച്ചുങ്ങൾ കേരളത്തിൽ നിന്ന് കുറവാണ്. അപ്പോൾ ഇത്രയും കൂടെ താഴെ മാർക്കുള്ളവർക്ക് ഒരു ബെറ്റർ റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് എക്സാക്റ്റ് എന്തായാലും ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ടഫ് ആയതുകൊണ്ട് തന്നെയും കേരളത്തിലെ പിള്ളേർക്ക് മാർക്ക് കുറവായതുകൊണ്ട് തന്നെയും കുറച്ചധികം മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ട് പറയുവാണ് കേട്ടോ. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1000 വന്നിട്ടുള്ളവർക്ക് ഒരു 70 താഴെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 5000 വന്നിട്ടുള്ളവർക്ക് ഒരു കേരള റാങ്ക് 450 റേഞ്ചിൽ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. 10000 വന്നിട്ടുള്ളവർക്ക് കേരള റാങ്ക് ഒരു 1000 താഴെ വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 15000 വന്നിട്ടുള്ളവർക്ക് കേരള റാങ്ക് ഒരു 1500 റേഞ്ചിൽ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. 20000 വന്നിട്ടുള്ളവർക്ക് കേരള റാങ്ക് ഒരു 2000 റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 25000 വന്നിട്ടുള്ളവർക്ക് കേരള റാങ്ക് ഒരു 2500 റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 30000 ആണെങ്കിൽ ഒരു 3000 റേഞ്ചിലും, 40000 ആണെങ്കിൽ ഒരു 4000 റേഞ്ചിലും, 50000 ആണെങ്കിൽ ഒരു 5000 റേഞ്ചിലും, 60000 ആണെങ്കിൽ ഒരു 5900 ടു ഒരു 6000 റേഞ്ചിലും, 70,000 ആണെങ്കിൽ ഒരു 7000 റേഞ്ചിലും, 80,000 ആണെങ്കിൽ ഒരു 7,900 ടു 8,000 റേഞ്ചിലും, 90,000 ആണെങ്കിൽ ഒരു 8,500 ടു 9,000 റേഞ്ചിലും വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് 1 lakh ആണ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്നുണ്ടെങ്കിൽ അതിന് ഒരു 9000, അതായത് 9,000 ടു 9,300 റേഞ്ചിൽ വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 1.5 lakh ആണെങ്കിൽ ഒരു 9,300 ടു 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 2 lakh ആണെങ്കിൽ ഒരു 30,000 ടു 60,000 വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 2.5 lakh ആണെങ്കിൽ ഒരു 17,000 ടു 19,000 റേഞ്ചിൽ റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 3 lakh ആണെങ്കിൽ ഒരു 20,000 റേഞ്ചിലാണ് നിങ്ങൾക്ക് റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി കേരള റാങ്ക്. 3.5 lakh ആണെങ്കിൽ ഒരു 22,000 റേഞ്ചിൽ റാങ്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. 4 lakh ആണെങ്കിൽ ഒരു 24,000 റേഞ്ചിൽ റാങ്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. 4.5 lakh ആണെങ്കിൽ ഒരു 26,000 റേഞ്ചിൽ റാങ്ക് വരാൻ പ്രോബബിലിറ്റി ഉണ്ട്. 5 lakh ആണെങ്കിൽ ഒരു 26 ടു 27,000 റേഞ്ചിൽ റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 5.5 lakh ആണെങ്കിൽ ഒരു 27,000 റേഞ്ചിൽ റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 6 lakh ആണെങ്കിൽ ഒരു 28,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 7 lakh ആണെങ്കിൽ ഒരു 30,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 8 lakh ആണെങ്കിൽ ഒരു 32,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 9 lakh ആണെങ്കിൽ ഒരു 33,000 റേഞ്ചിൽ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 10 lakh ആണെങ്കിൽ ഒരു 34,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 11 lakh ആണെങ്കിൽ ഒരു 35,000 റേഞ്ചിൽ റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ 12 lakh ആണെങ്കിൽ ഒരു 36,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 13 lakh ആണെങ്കിൽ ഒരു 37,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്.
14 ലാക്ക് ആണെങ്കിൽ ഒരു 38,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. 15 ലാക്ക് ആണെങ്കിൽ ഒരു 39,000 റേഞ്ചിൽ നിങ്ങളുടെ കേരള റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി നിങ്ങൾക്കുണ്ട്. ഇനി ഈ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക്, അതായത് എത്ര ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് MBBS കിട്ടാനും സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടാനും BDS കിട്ടാനും സെൽഫ് ഫിനാൻസിങ് BDS കിട്ടാനും BMS കിട്ടാനും BHMS കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ടെന്നാണ് ബാക്കി പറയുന്നത് കേട്ടോ. അപ്പോൾ MBBS കിട്ടാനായിട്ട് നിങ്ങൾക്കൊരു ഓൾ ഇന്ത്യ റാങ്ക് എന്താണ് 10,000 താഴെ വേണം കേട്ടോ. ഒരു 10,000 റേഞ്ച് 10,000 താഴെ വേണം MBBS നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടാനായിട്ട്. ഇത് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്, അതായത് ജനറൽ കാറ്റഗറിയുടെ കാര്യം മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് MBBS ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 ലാക്ക് റേഞ്ചിൽ നിങ്ങളുടെ റാങ്ക് വരേണ്ടി വരും. സെൽഫ് ഫിനാൻസിങ് BDS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം BDS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് BDS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 40,000 റേഞ്ചിൽ വരണം കേട്ടോ. 40,000 ആൻഡ് 40,000 ബിലോ വരണം. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് BDS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൾ ഇന്ത്യ റാങ്ക് ഒരു 4.5 ലാക്ക് ഒക്കെ വേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് BDSൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു BDS സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയാവും കേട്ടോ. അതായത് നീറ്റ് ക്വാളിഫയിങ് സ്കോർ എന്ന് പറയുന്നത് 144 ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 113 ഫോർ OBC ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് മതിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയായിരിക്കും. ഞാൻ പറയുകയാണ്, അതായത് ഒരു ബെറ്റർ കോളേജും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാർക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് BDS കുറേ പേർക്ക് അറിയത്തില്ല. അതായത് ഇപ്പോൾ ഒരു വിശ്വസിക്കത്തില്ലല്ലോ. അതായത് ഇപ്പോൾ ഒരു 14-15 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ്ങിൽ BDS കിട്ടുമെന്ന് കുറേയധികം ആളുകൾക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ വെക്കുന്നതിൻ്റെ കുറച്ച് അപാകതകൾ കൊണ്ട് മാത്രം സീറ്റ് നഷ്ടപ്പെടുന്ന കൊച്ചുങ്ങളും ഉണ്ട്. എല്ലാ കോളേജും വെച്ചിട്ടും സീറ്റ് കിട്ടാത്ത കൊച്ചുങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ BDS ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സെൽഫ് ഫിനാൻസിങ് BDSO സെൽഫ് ഫിനാൻസിങ് BAMSO ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ പറ്റും. പിന്നെ BAMSൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒരു 2 ലാക്ക് റേഞ്ചിലായിരിക്കണം കേട്ടോ. സെൽഫ് ഫിനാൻസിങ് BAMS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 ലാക്ക് വരെ ഉണ്ടെങ്കിലും നല്ല കോളേജ് കിട്ടും. 15 ലാക്ക് എന്നല്ലടാ, നിങ്ങൾ ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ കോളേജ് കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പോൾ BDSൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് ക്വാളിഫയിങ് സ്കോർ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ ഒരു ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതേസമയം BMSൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കോളേജ് കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ BHMS നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഏകദേശം നിങ്ങൾക്ക് 2 ലാക്ക് 3 ലാക്ക് റേഞ്ചിൽ വേണം കേട്ടോ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഗവൺമെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സെൽഫ് ഫിനാൻസിങ് BDSൻ്റെ കാര്യത്തിലോ BMSൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യോ എൻ്റെ BDS ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളടാ. എല്ലാവരും സമാധാനപ്പെടുക. എന്തായാലും ഈ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തെ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഇത് ആഡ് ചെയ്തിട്ടേ ഇല്ല. ഇതിൽ നിന്നും അത്യാവശ്യം കുറച്ച് വ്യത്യാസത്തിലായിരിക്കും ഇപ്രാവശ്യം വരുന്നത്. കാരണം ഇപ്രാവശ്യം നല്ല ടഫാണ്. നമ്മളുടെ മൊത്തം ഒരു റാങ്ക് ലിസ്റ്റിൽ കേരളത്തിലെ കൊച്ചുങ്ങൾക്ക് ഒരു ഒരു കുറഞ്ഞ മാർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. നമുക്കെന്തായാലും നോക്കാം. അടുത്ത കേരള റാങ്ക് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം എന്തെങ്കിലും ഗൈഡൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് മെസ്സേജ് ചെയ്യാം കേട്ടോ. ടാറ്റാ.